ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയൊരു പാലമുണ്ട്. പാലം മാത്രമല്ല, ഈ പാലത്തിന് മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഗാലാൻഡ് വരെ കാണാൻ കഴിയും എന്നുള്ളതാണ്. വീഗാലാൻഡ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകിൽ കാണുന്നത് വീഗാലാൻഡാണ്. വീഗാലാൻഡിൻ്റെ ശരിക്കുള്ള കാഴ്ച ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഞാൻ കപ്പൽ പോലെ ഒരു ബിൽഡിങ് കണ്ടോ? അതൊരു എൻജിനീയറിംഗ് കോളേജാണ്. എൻജിനീയറിംഗ് കോളേജ്. ഈ കടമ്പ്രയാറിൽ പ്രത്യേകിച്ച് പ്രവേശന ഫീസൊന്നും ഇല്ല കേട്ടോ. എല്ലാം സൗജന്യമാണ്. സൗജന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഈ വയലിൻ്റെ ഏകദേശം അറ്റം വരെ നമുക്ക് നടന്നു പോയി കാണാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനിവിടെ യാതൊരു തടസ്സങ്ങളില്ല. വളരെ മനോഹരമായ സ്ഥലമാണ്. നമുക്കൊന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. എക്കോ ടൂറിസം പദ്ധതി പ്രകാരമുള്ളൊരു പ്രദേശമാണ് കേട്ടോ. ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്. അതായത് ഒരു ദിവസം നമുക്കിവിടെ വന്നിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം വന്ന് ഒരു ദിവസം ചിലവഴിക്കാൻ വളരെ നല്ല സ്ഥലമാണ്. യാതൊരു ശല്യങ്ങളുമില്ല. ശുദ്ധമായ വായു ശ്വസിക്കാം. നമ്മൾക്ക് പരിചിതമല്ലാത്ത സ്ഥലങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. മഴയില്ലാത്ത കാരണം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വളരെ സൗകര്യമായി. നല്ല സുന്ദരമായ പ്രദേശമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രദേശം. കാണാൻ നല്ല രസം, നല്ല തണുപ്പ്, നല്ല ശുദ്ധമായ കാറ്റ്. ഈ വഴിയിലൂടെ അറ്റം വരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ റോഡിലേക്ക് എത്തും. അപ്പുറത്തെ റോഡ് എന്ന് പറയുന്നത് എറണാകുളം, കാക്കനാട്, മൂവാറ്റുപുഴ അങ്ങനെയൊക്കെ പോകുന്ന ആ റോഡിലേക്കാണ് എത്തുന്നത്. ഈ വഴിയിൽ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ അപ്പുറത്ത് തൂക്കുപാലൊക്കെ ഉണ്ട്. ഞാൻ അവിടേക്ക് എന്തായാലും ഞാൻ പോകുന്നില്ല, ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടത്തോളം വരെ പോകുന്നില്ലേ, ഞാൻ കാണിച്ചു തരാം.
ഇനി അധികമൊന്നും കാണാനില്ല, ഇത്ര തന്നെ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. പക്ഷേ ഇവിടെ വന്ന് ഒരു ദിവസം നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സുഖമുള്ള ഒരു അനുഭവമായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള അവിടെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. എന്തൊരു നല്ല കാറ്റാണെന്നറിയും ഇവിടെ. കാറ്റ് വളരെ നല്ല സുഖമാണ് കാറ്റ്. ഈ പാടത്തിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ ഒരു നടവഴി ടൈൽസൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കുക. അതിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ ഈ വശത്ത് നിന്ന് ആ അപ്പുറത്തെ റോഡിലേക്ക് വരെ എത്താം. നല്ല കാഴ്ചകളാണ് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ വീഗാലാൻഡ് കാണാം. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലായില്ല ഇത് വീഗാലാൻഡ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അതൊക്കെ സംഗതി മനസ്സിലായത്. ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ ഗുണം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു 2, 3, 4 സബ്സ്ക്രൈബർമാരെ കിട്ടാറുണ്ട്. അങ്ങനെ ചെറിയൊരു ഗുണമുണ്ട്. പിന്നെ ആളുകൾ എന്നോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഇത്രയും വയസ്സുള്ള ഒരാൾ വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കുക, എന്താ അതിൻ്റെ ഉദ്ദേശം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ, എൻ്റെ ചെറുപ്പകാലത്തൊന്നും എനിക്ക് ഒരു സ്ഥലത്തും പോയി കാണാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഉള്ളൊരു അവസരം കൂടിയാണ്. എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏകദേശം ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. വളരെ നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.